വ്യവസായ സംരംഭങ്ങൾക്കും ടൂറിസത്തിനും പ്രാമുഖ്യം നൽകി ചാവക്കാട് നഗരസഭയുടെ വാർഷിക ബജറ്റ് 190 കോടി വരവും 185 കോടി ചെലവും 5 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അവതരിപ്പിച്ചത്. നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച 5.50 കോടി രൂപ ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് നിർമ്മിക്കും. ഭിന്നശേഷി വയോജന സൗഹൃദമായ രീതിയിലായിരിക്കും കെട്ടിടത്തിന്റെ നിർമ്മാണം. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ മണ്ഡലത്തിന് അനുവദിച്ച 7 കോടി രൂപ NK അക്ബർ MLA ചാവക്കാട് നഗരസഭ ടൗൺ ഹാളിന് അനുവദിച്ചിട്ടുണ്ട്. നഗരസഭയിലെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകും. ഭവനരഹിതരില്ലാത്ത നഗരസഭ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ 5 കോടി രൂപ വകയിരുത്തി. നിലവിൽ ഹെൽത്ത് കാർഡില്ലാത്ത BPL കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രൂപീകരിക്കും. ബ്ലാങ്ങാട് ഫിഷറീസ് ഉന്നതിയിലും ബസ് സ്റ്റാൻഡിലും വനിതാ ഓപ്പൺ ജിം ആരംഭിക്കും. കൂടാതെ 33 വാർഡുകളിലും ഓപ്പൺ ജിം ആരംഭിക്കും. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുന്ന GMLP സ്കൂൾ എന്നിവിടങ്ങളിൽ കളിസ്ഥലം ഒരുക്കുന്നതിന് 50 സെന്റ് ഭൂമി വീതം ഏറ്റെടുക്കും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തി. വിദ്യാർത്ഥികൾക്ക് IAS ഉൾപ്പെടെ പരീക്ഷാ പരിശീലനവും ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷാ പരിജ്ഞാന പരിശീലനവും നൽകും. എല്ലാ വാർഡുകളിലും ആവശ്യമായ റോഡുകളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. ചാവക്കാട് താലൂക്ക് ആശുപത്രി, മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കും. താലൂക്ക് ആശുപത്രിക്ക് പുതിയ കവാടം നിർമ്മിക്കും. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എല്ലാ റോഡുകളോട് ചേർന്നും കാനം നിർമ്മിക്കും. മത്സ്യ മാർക്കറ്റ് നവീകരണം നടത്തും. വഞ്ചിക്കടവിനോട് ചേർന്ന് സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കും. ഇതിനായി 25 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പ്രാദേശിക കുടിവെള്ള സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തും. ഇതിനായി 1 കോടി രൂപ അനുവദിച്ചു. മാലിന്യ സംസ്കരണം, വനിതാ ശിശുക്ഷേമം, പട്ടികജാതി വികസനം, ഭിന്നശേഷി വികസനം, വയോജന സൗഹൃദം, കാർഷിക മേഖല തുടങ്ങിയവയ്ക്കും ബജറ്റിൽ പദ്ധതികളുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷനായി. ബജറ്റിന്മേലുള്ള ചർച്ച ബുധനാഴ്ച നടക്കും.